ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിനു പിന്നാലെ വനിതാ ജയിലിലേക്ക് എത്തിയത് നിരവധി CPM നേതാക്കളാണ്. ദിവ്യയെ കാണുന്നതിന് വിലക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതോടെയാണ് നേതാക്കൾ വനിതാ ജയിലിലെത്തി ദിവ്യയെ കണ്ടത്. ADMന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദിവ്യയുടെ അടുത്ത് ഇനിയും പാർട്ടി നേതാക്കൾ പോകും. അവർ ഇപ്പോഴും പാർട്ടി കേഡർ തന്നെയാണ് എന്നാണ് ഗോവിന്ദൻ മാഷ് നിലപാട് വ്യക്തമാക്കിയത്. ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഭാര്യ PK ശ്യാമളയടക്കം നിരവധി വനിതാ നേതാക്കളാണ് ജയിലിലേക്ക് എത്തിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ PK ശ്യാമള, സരള, സുകന്യ എന്നിവരാണ് ദിവ്യയെ കാണാനെത്തിയത്. PK ശ്രീമതി നേരത്തെ ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ദിവ്യയെ പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയതായും കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച വിവരവും അറിയിക്കുന്നതിനാണ് CPM നേതാക്കൾ പള്ളിക്കുന്നിലെ വനിതാ ജയിലിലെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ് എന്നിവരെത്തിയത്. പാർട്ടിയിലെ പദവികളിൽ നിന്ന് ഒഴിവാക്കിയെന്ന കാര്യം വലിയ തിരിച്ചടിയാണ് PP ദിവ്യയ്ക്ക് ഏൽപ്പിച്ചത്. എന്നാൽ ഗോവിന്ദന്റെ വാക്കുകൾ ദിവ്യയ്ക്ക് ആശ്വാസം പകരുന്നതാണ്. കേഡറെ കൊല്ലാനല്ല, തിരുത്താനാണ് നടപടി സ്വീകരിച്ചത്. ദിവ്യ CPM കേഡറാണ്. ദിവ്യയ്ക്ക് ഒരു തെറ്റുപറ്റി. ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും. ദിവ്യക്കെതിരായ നടപടികൾ ജില്ലാ കമ്മിറ്റി എടുക്കും. അതിനെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി തന്നെ വിശദീകരിക്കും. കോടതിയിൽ ADMനെതിരെ പറയുന്നത് ദിവ്യയുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അത് പാർട്ടി നിലപാടല്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ദിവ്യയുടെ അടുത്ത് ഇനിയും പാർട്ടി നേതാക്കൾ പോകും. അവർ ഇപ്പോഴും പാർട്ടി കേഡർ തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇന്നലെ ചേർന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗമാണ് PP ദിവ്യയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താൻ തീരുമാനിച്ചത്. രാത്രി ഓൺലൈനായി ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിന് അംഗീകാരം നൽകുകയായിരുന്നു. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിൽ ആശ്വാസമുണ്ടെന്ന് ബിനോയ് കുര്യൻ പ്രതികരിച്ചു. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അവരെ തള്ളിക്കളയേണ്ട കാര്യമില്ലെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു. ജാമ്യം ലഭിച്ച ദിവ്യ ഇന്ന് വൈകുന്നേരം ജയിൽ മോചിതയായി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനിടെ PP ദിവ്യയെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി CPIM ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. PP ദിവ്യയെ പുറത്താക്കിയതായി CPM അറിയിപ്പ് ഇങ്ങനെയാണ്: പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയതിന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പേരിൽ വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം PP ദിവ്യയെ സംഘടനാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിർദ്ദേശം നൽകിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ADM നവീൻ ബാബു ജീവനൊടുക്കിയ വിഷയം വഷളാവുന്നതിനെ തുടർന്നാണ് ധൃതി പിടിച്ച് സംഘടനാ നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ദിവ്യയുടെ ഭാഗം കേൾക്കാതെ പുറത്താക്കുന്നതിനെതിരെ 4 പേർ എതിർത്തുവെങ്കിലും തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു. പാർട്ടിയും സർക്കാരും ഒത്തുകളിച്ച് PP ദിവ്യയ്ക്ക് സംരക്ഷക കവചമൊരുക്കുന്നെന്നാണ് പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായുള്ള ആരോപണം. ശക്തമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ CPM നേതാവ് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നതിനു വേണ്ടിയാണ് കളക്ടറെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചതെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. ആദ്യം റവന്യൂ വകുപ്പിന് നൽകിയ മൊഴി മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം കളക്ടർ മാറ്റി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള അവസരമുണ്ടാക്കി കൊടുത്തത്. കളക്ടറെ ഭീഷണിപ്പെടുത്തിയാണ് മൊഴി മാറ്റിച്ചത്. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി പാർട്ടി കുടുംബത്തിന് ഒപ്പമാണെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. ഗോവിന്ദൻ അത് പറയുമ്പോൾ പാർട്ടി ഗ്രാമത്തിൽ CPM ദിവ്യയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. ഈ നടപടിയിലൂടെ വ്യക്തമാവുന്നത് സർക്കാരിന്റെ വിരോധാഭാസവും ഇരട്ടത്താപ്പുമാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തെ പരിഹസിക്കുകയും കബളിപ്പിക്കുകയും അപമാനിക്കുകയുമാണ് CPM ചെയ്തത്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് AKG സെന്ററിൽ വ്യാജരേഖയുണ്ടാക്കിയത്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത് ദിവ്യയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിയത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ദിവ്യക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറായത്. ഇതിനെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായൊരു വികാരമുണ്ട്. കളക്ടർക്കെതിരെ റവന്യൂ വകുപ്പ് എന്ത് നടപടിയാണ് എടുത്തത്? ക്ഷണിക്കപ്പെടാതെ വന്ന് PP ദിവ്യ ADMനെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ കളക്ടർ ചിരിക്കുകയായിരുന്നില്ല എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി. കഴിഞ്ഞ 11 ദിവസമായി പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു PP ദിവ്യ. കർശന ഉപാധികളോടെയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഒറ്റ വരിയിലാണ് ജാമ്യം അനുവദിച്ചുകൊണ്ട് തലശ്ശേരി പ്രിൻസിപ്പൽ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് നിസാർ അഹമ്മദ് ഉത്തരവിട്ടത്. കേസ് അന്വേഷണം നടക്കുന്ന വേളയിൽ കണ്ണൂർ ജില്ല വിട്ടുപോകരുതെന്നും എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും ജാമ്യം നൽകുമ്പോൾ കോടതി ഉപാധികളായി മുൻപോട്ട് വെച്ചു. അഴിമതിക്കെതിരെയാണ് ദിവ്യ ശബ്ദിച്ചതെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്.